നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ആന്റണി രാജ്. ഈ ക്ലാസ്സിൽ നമ്മൾ 2023 സെപ്റ്റംബർ മാസം കറണ്ട് അഫയേഴ്സിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. ആദ്യം, കഥകളി ആചാര്യനായ കോട്ടക്കൽ ശിവരാമൻ. അപ്പൊ ഈ പേര് അവിടെ ശ്രദ്ധിക്കണം. കഥകളി ആചാര്യനാണ് കോട്ടക്കൽ ശിവരാമൻ. കോട്ടക്കൽ ശിവരാമൻ അദ്ദേഹം ഒരു ആത്മകഥ എഴുതി. അതിന്റെ പേരാണ് സ്ത്രൈണം. എന്താണ് പേര്? സ്ത്രൈണം എന്നാണ് ആത്മകഥയുടെ പേര്. അപ്പൊ അതവിടെ ശ്രദ്ധിക്കണം. സ്ത്രൈണം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. കല, കായികം, സാഹിത്യം, സംസ്കാരം. ഈ ഭാഗത്ത് നിന്ന് കറണ്ട് അഫയേഴ്സ് ആയിട്ടാണ് PSC ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഇതൊക്കെ ചോദ്യമായിട്ട് വരാം. അപ്പൊ കഥകളി ആചാര്യനായ കോട്ടക്കൽ ശിവരാമന്റെ ആത്മകഥയുടെ പേരാണ് സ്ത്രൈണം. സ്ത്രൈണം. പോയിന്റ് ക്ലിയർ ആണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഫിബ. ഫിബ എന്ന് പറയുന്നത് ബാസ്കറ്റ്ബോൾ ഫെഡറേഷന്റെ ഒരു സംഘടനയാണ് ഫിബ എന്ന് പറയുന്നത്. ഫിബ സംഘടിപ്പിച്ച ബാസ്കറ്റ്ബോൾ വേൾഡ് കപ്പ് 2023 സംഘടിപ്പിച്ചു. അതിൽ ആര് ജേതാക്കളായി? ജർമ്മനി ജേതാക്കളായി. ബാസ്കറ്റ്ബോൾ വേൾഡ് കപ്പ് 2023 ജേതാക്കളായത് ജർമ്മനിയാണ്. ബാസ്കറ്റ്ബോൾ വേൾഡ് കപ്പ് 2023 ജേതാക്കളായത് ജർമ്മനിയാണ്. ഇനി റണ്ണറപ്പ് ആയത് സെർബിയയാണ്. ജർമ്മനി, സെർബിയ. ജർ ആ രീതിയിൽ ഓർത്തു. ജർമ്മനി, സെർബിയ. ജർസർ എന്ന് ഓർത്തു വെച്ചോളൂ. ബാസ്കറ്റ്ബോൾ വേൾഡ് കപ്പ് 2023 ഫിബ സംഘടിപ്പിച്ച 2023 ബാസ്കറ്റ്ബോൾ വേൾഡ് കപ്പിൽ ജേതാക്കളായത് ജർമ്മനി, റണ്ണറപ്പ് ആയത് സെർബിയ. പോയിന്റ് ക്ലിയർ ആണ്. ഇനി അടുത്തത്, ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു തൊഴിൽ പദ്ധതി കേരള നോളേജ് മിഷൻ ആരംഭിച്ചു. അപ്പൊ നമ്മുടെ പോയിന്റ് എന്താണ്? ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് വേണ്ടി കേരള നോളേജ് മിഷൻ ആരംഭിച്ച തൊഴിൽ പദ്ധതിയുടെ പേരെന്താണ്? സമഗ്ര എന്നാണ് പേര്. സമഗ്ര. കൃത്യമായിട്ട് ഓർത്തു വെച്ചോളൂ. സമഗ്ര. അപ്പോ ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് വേണ്ടി കേരള നോളേജ് മിഷൻ സംഘടിപ്പിച്ച തൊഴിൽ പദ്ധതിയുടെ പേര് സമഗ്ര. 3 പോയിന്റ് ഓർക്കട്ടെ. തൊഴിൽ പദ്ധതി സമഗ്ര, ഭിന്നശേഷി വിഭാഗം, കേരള നോളേജ് മിഷൻ. 3 പോയിന്റും ക്ലിയർ ആണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സമഗ്ര. അടുത്തത്, ഹവായി ദ്വീപ്. കേട്ടിട്ടുണ്ട്? ഹവായി ദ്വീപ്. അപ്പൊ 2023 പൊട്ടിത്തെറി നടന്ന ഒരു അഗ്നിപർവ്വതമുണ്ട്. അതിന്റെ പേരാണ് കിലൗയ അഗ്നിപർവ്വതം. കിലൗയ. ഓക്കെ, ലൗ എന്ന പേര് കേട്ടിട്ടുണ്ട്. ലൗയ കിലൗയ. കഴിഞ്ഞു കേട്ടോ. കിലൗയ എന്ന് പറയുന്ന അഗ്നിപർവ്വതം 2023 അഗ്നിസ്ഫോടനം നടന്ന കിലൗയ എന്ന് പറയുന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഹവായി ദ്വീപിലാണ്. ക്ലിയർ ആണ്. ഇനി അടുത്ത പോയിന്റ്, എഴുത്തുകാരി ഡോക്ടർ എം ലീലാവതി. പരിചയമുള്ള ആളാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. ആര്? എം ലീലാവതി. ആത്മകഥ എഴുതി. അതിന്റെ പേര് ധ്വനിപ്രയാണം. ഓർത്തു വെച്ചോണം. ചോദിക്കാൻ നല്ല ചോദ്യമാണ്. അപ്പൊ ഞാൻ ചില ചോദ്യങ്ങൾ പറയുമ്പോൾ നിങ്ങളോട് പറയും ചോദിക്കാൻ നല്ല ചോദ്യമാണ് എന്ന് പറയും. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചോണം. ബാക്കിയുള്ളത് പഠിക്കണ്ടെന്നല്ല പറഞ്ഞത്, ഞാൻ അതിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്നതാണ്. അപ്പൊ എം ലീലാവതി, എഴുത്തുകാരിയായ ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥയുടെ പേര് ധ്വനിപ്രയാണം എന്നാണ്. ധ്വനിപ്രയാണം എന്നാണ്. എഴുത്തുകാരിയായ ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥയുടെ പേര് ധ്വനിപ്രയാണം എന്നാണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് ഒരു പദ്ധതിയാണ്, ഒരു വായ്പാ പദ്ധതിയാണ്. അതിന്റെ പേര്, ആ വായ്പാ പദ്ധതിയുടെ പേര് ഇതാണ്, പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന എന്നാണ് പദ്ധതിയുടെ പേര്. പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന എന്നാണ് പദ്ധതിയുടെ പേര്. പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ വിശ്വകർമ്മ യോജന. അതായത് 13 കോടി രൂപ, 13 കോടിയല്ല, സോറി, 13,000 കോടി രൂപയാണ് കേട്ടോ. 13,000 കോടി രൂപ വായ്പ നൽകുന്ന പദ്ധതിയാണ്. 13,000 കോടി രൂപ, 13 കോടിയല്ല, 13,000 കോടി രൂപ വായ്പ നൽകുന്ന പദ്ധതിയുടെ പേരാണ് പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന. ഇത് 2023 സെപ്റ്റംബർ മാസം 7-ാം തീയതി നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതിയാണ്. 2023 സെപ്റ്റംബർ മാസം 7-ാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഒരു വായ്പാ പദ്ധതി, അതായത് 13,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വായ്പാ പദ്ധതിയുടെ പേരാണ് പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന. അപ്പൊ ആ പോയിന്റ് അവിടെ ഓർത്തു വെക്കുക. ഇനി അടുത്തത്, യുനെസ്കോയുടെ പൈതൃക പട്ടിക.
അല്ലെ? യുനെസ്കോയുടെ പൈതൃക പട്ടിക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. താജ്മഹലിനെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് 1983 1983. അജന്ത എല്ലോറ ഗുഹകൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഹിസ്റ്റോറിക്കൽ ആയിട്ടൊക്കെ അല്ലെങ്കിൽ നമ്മൾ GK ഫാക്ടുകളിലൊക്കെ പഠിക്കുന്നതാണ്. ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ട് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലങ്ങൾ ഇതുവരെ 42 യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളാണ് ഇന്ത്യയിൽ നിന്നുള്ളത്. 42 യുനെസ്കോയുടെ പൈതൃക പട്ടികകളാണ് ഉള്ളത്. 42. അതിൽ 41ാമതായി 2023 സെപ്റ്റംബറിലാണ് ഇത് രണ്ടും സംഭവിക്കുന്നത്. 41ാമതായും 42ാമതായും ഓരോ സ്ഥലങ്ങളെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2023 സെപ്റ്റംബറിലാണ്. അപ്പോ 41ാമതായി യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ 41ാമതായി ഉൾപ്പെട്ടതാണ് ശാന്തിനികേതൻ. വെസ്റ്റ് ബംഗാളിലെ ശാന്തിനികേതൻ സർവകലാശാല നമ്മൾ കേട്ടിട്ടുള്ളതാണ്. രവീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സർവകലാശാലയാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? രവീന്ദ്രനാഥ ടാഗോറിന്റെ അച്ഛൻ ദേവേന്ദ്രനാഥ ടാഗോർ അദ്ദേഹം ആരംഭിച്ച പ്രാർത്ഥനാലയമാണ് പിന്നീട് ശാന്തിനികേതൻ സർവകലാശാലയായിട്ടൊക്കെ മാറുന്നത്. നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ആ ശാന്തിനികേതൻ സർവകലാശാല യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇന്ത്യയിൽ നിന്ന് പ്രവർത്തനത്തിൽ ഇരിക്കെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ സർവകലാശാലയാണ് ശാന്തിനികേതൻ സർവകലാശാല. അപ്പൊ 41ാമതായി ഇന്ത്യയിൽ നിന്നും യുനെസ്കോയുടെ പൈതൃക പട്ടികയിലേക്ക് ഉൾപ്പെട്ട കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശാന്തിനികേതൻ സർവകലാശാലയാണ്. 42ാമതായി യുനെസ്കോയുടെ പൈതൃക പട്ടികയിലേക്ക് ഉൾപ്പെട്ട കേന്ദ്രമാണ് ഹൊയ്സാല ക്ഷേത്രങ്ങൾ. ഹൊയ്സാല ക്ഷേത്രങ്ങൾ കർണാടക സംസ്ഥാനത്താണ് ഹൊയ്സാല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ 41 42 ഓർത്തോണം. 42 ഹൊയ്സാല ക്ഷേത്രങ്ങൾ കർണാടക കൃത്യമായി പഠിച്ചു വെക്കുക. ഇനി അടുത്തത് ഗീതാ മേത്ത അന്തരിച്ചു. പ്രസിദ്ധമായ 2 കൃതികളുണ്ട്. ഒന്ന് കർമാകോള എന്നാണ് പേര്. കർമാകോള കൊക്കോ കോള കേട്ടിട്ടുണ്ട്. ഇത് കർമാകോള. പിന്നെ മറ്റൊരു കൃതിയാണ് സ്നേക്ക് ആൻഡ് ലാഡേഴ്സ്. രണ്ടും എളുപ്പമുള്ള കൃതികളാണ്, കുഴപ്പമൊന്നുമില്ല. കൊക്കോ കോള എന്ന് കേൾക്കുന്നവർക്ക് കർമാകോള എന്ന് പഠിക്കാൻ എളുപ്പമാണ്. കർമാകോള ഏണിയും പാമ്പും കളിച്ചിട്ടുള്ള ഒരു സ്നേക്ക് ആൻഡ് ലാഡേഴ്സ് എന്ന് ഓർക്കാനും എളുപ്പമാണ്. ഇത് രണ്ടും ആരുടെ കൃതിയാണ്? ഗീതാ മേത്തയുടെ പ്രധാനപ്പെട്ട 2 കൃതികൾ പഠിച്ചു. കർമാകോള, സ്നേക്ക് ആൻഡ് ലാഡേഴ്സ്. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. റെക്കോർഡ് വിൽപ്പന എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് വിൽപ്പന. 61.8 കോടി രൂപയ്ക്ക് 61.8 കോടി രൂപയ്ക്കാണ് ഒരു ചിത്രം വിറ്റുപോയത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിറ്റുപോയ ചിത്രം. ആ ചിത്രത്തിന്റെ പേരാണെന്ത്? ദ സ്റ്റോറി ടെല്ലർ എന്നാണ് ആ ചിത്രത്തിന്റെ പേര്. അപ്പൊ ഒരു ചിത്രം വരച്ചു. ആ ചിത്രത്തിന്റെ പേര് ഒരു പടം, ഒരു ഫോട്ടോ, ഒരു ചിത്രം വരച്ചിരിക്കുകയാണ്. ഈ ചിത്രം വരച്ചത് ആരാ? അമൃത ഷെർഗിൽ. അപ്പൊ വരച്ച ആളുടെ പേര് അമൃത ഷെർഗിൽ. അപ്പൊ ആ അമൃത ഷെർഗിൽ വരച്ച ചിത്രമാണ് ദ സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്ന ചിത്രം. ഈ ചിത്രം 61.8 കോടി രൂപയ്ക്കാണ് വിറ്റുപോയത്. ഇത് റെക്കോർഡ് വിൽപ്പനയായിരുന്നു. ഇതാണ് നമ്മളവിടെ പറഞ്ഞത്. അപ്പൊ ഈ അമൃത ഷെർഗിൽ ആയാലും ദ സ്റ്റോറി ടെല്ലർ ആയാലും 61 കോടി ആയാലും അതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം, ആവശ്യം വരും. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ശ്രദ്ധിക്കൂ. ടൈം മാഗസിൻ അല്ലെ, നമ്മൾ ഒരുപാട് കേട്ടിരിക്കുന്ന ഒരു മാഗസിനാണ് ടൈം മാഗസിൻ. 2023 ലോകത്തിലെ മികച്ച കമ്പനികളുടെ പട്ടിക പുറത്തിറക്കി. അതിൽ 64ാം സ്ഥാനത്ത് ഒരു ഇന്ത്യൻ കമ്പനി വന്നു. 64ാം സ്ഥാനത്ത് ഒരു ഇന്ത്യൻ കമ്പനി വന്നു. അത് ഏത് കമ്പനിയാണെന്ന് ചോദിച്ചാൽ അതാണ് ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനി. ഇൻഫോസിസ് കേട്ടിട്ടുണ്ട്? ഇൻഫോസിസ്. അപ്പൊ ടൈം മാഗസിന്റെ ലോകത്തിലെ മികച്ച കമ്പനികളുടെ പട്ടികയിൽ 64ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ കമ്പനിയാണ് ഇൻഫോസിസ്. അവിടെ 1ാം സ്ഥാനത്ത് വന്ന കമ്പനി എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. 1ാം സ്ഥാനത്ത് വന്ന കമ്പനി എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. നമുക്കറിയാം വിൻഡോസ് അല്ലെ, മൈക്രോസോഫ്റ്റ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം വിൻഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കുന്ന കമ്പനിയാണ് ഏത്? മൈക്രോസോഫ്റ്റ്. 2ാം സ്ഥാനത്ത് വന്നത് ആപ്പിൾ ആണ്. ആപ്പിൾ ഐഫോൺ ഒക്കെ പുറത്തിറക്കുന്ന ആപ്പിൾ ആണ് 2ാം സ്ഥാനത്ത് വന്നത്. അപ്പൊ 1 മൈക്രോസോഫ്റ്റ്, 2 ആപ്പിൾ, 64 ഇൻഫോസിസ്. ഇത്രയും കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ടൈം മാഗസിൻ പുറത്തിറക്കുന്ന മികച്ച കമ്പനികളുടെ പട്ടിക. പോയിന്റ് ക്ലിയർ ആണ്? ഓക്കെ.
അടുത്ത പോയിന്റ് ഐഫോൺ. ഐഫോൺ അല്ലെ, ആപ്പിളിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കുന്നതാണ് ഏത്? ഐഫോൺ. ഈ ഐഫോൺ 15 ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹം പരീക്ഷിച്ചു. ഇന്ത്യയുടെ ഗതി നിർണയ സംവിധാനം പരീക്ഷിച്ചു, അതാണ് ശരി. ഐഫോൺ 15 ഇന്ത്യയുടെ ഗതി നിർണയ സംവിധാനം പരീക്ഷിച്ചു, അതാണ് നാവിക്. അമേരിക്കയ്ക്ക് GPS എങ്ങനെയാണോ അതുപോലെ ഇന്ത്യക്ക് സ്വന്തമാണ് നാവിക്. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ. അപ്പൊ നാവിക് സംവിധാനം വന്ന ഐഫോൺ സീരീസ് ആണ് ഐഫോൺ 15. അപ്പൊ ആ പോയിന്റോടെ നിങ്ങൾ അവിടെ ഓർത്തു വെക്കണം. ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹമാണ് നാവിക് എന്ന് പറയുന്നത്. അടുത്തത് സത്യജിത് റേ എന്ന പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. സത്യജിത് റേയുടെ പേരിലുള്ള സ്ഥാപനമാണ് സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്ത ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാൻ, അധ്യക്ഷ പദവിയിലേക്ക് എത്തിയത് നമ്മുടെ മലയാളിയായ സുരേഷ് ഗോപിയാണ്. സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെയർമാനായിട്ട് നിയമിച്ചത് ആരെയാണ്? സുരേഷ് ഗോപിയെയാണ്. അപ്പൊ ആ പോയിന്റ് അവിടെ ഓർത്തിരിക്കുക. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് നടന്ന ലൈറ്റ് ഹൗസ് ഫെസ്റ്റ് എവിടെയാണ് നടന്നത്? അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി നടന്ന ലൈറ്റ് ഹൗസ് ഫെസ്റ്റിന് വേദി ഗോവയായിരുന്നു. ലൈറ്റ് ഹൗസ് ഫെസ്റ്റ് ഇന്ത്യയിൽ ആദ്യമായി നടന്ന ലൈറ്റ് ഹൗസ് ഫെസ്റ്റിന്റെ വേദി എവിടെ? ഗോവയാണ്. ഗോവ ലൈറ്റ് ഹൗസ് ഫെസ്റ്റ് 2023 ഇന്ത്യയിൽ ആദ്യമായി നടന്നു. ഗോവയിൽ വെച്ചാണ് നടന്നത്. അടുത്തത് വനേഡിയം നിക്ഷേപം കണ്ടെത്തി. അപ്പൊ 2023 സെപ്റ്റംബറിൽ വനേഡിയം നിക്ഷേപം കണ്ടെത്തിയ ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? 2023 സെപ്റ്റംബറിൽ വനേഡിയം നിക്ഷേപം കണ്ടെത്തിയ ഇന്ത്യയിലെ സംസ്ഥാനം ഏത്? അത് ഗുജറാത്താണ്. 2023 സെപ്റ്റംബറിൽ വനേഡിയം നിക്ഷേപം കണ്ടെത്തിയ ഇന്ത്യയിലെ സംസ്ഥാനം ഗുജറാത്താണ്. കൃത്യമായി പഠിച്ചോളൂ, ഗുജറാത്ത്. ഇനി അടുത്തത് ഒരു മരണമാണ് അടുത്തതായിട്ടുള്ളത്. മരിച്ച ആളുടെ പേരാണ് സരോജ വൈദ്യനാഥൻ. അപ്പൊ സരോജ വൈദ്യനാഥൻ അന്തരിച്ചു. ഏതു മേഖലയിൽ പ്രശസ്തയാണ്? ഭരതനാട്യം അല്ലെ. ഞാൻ നിങ്ങളോട് പറയുന്നു വീണ്ടും, കല, കായികം, സാഹിത്യം, സംസ്കാരം, ഈ ഭാഗത്തു നിന്നൊക്കെ ആവാം ഈ ചോദ്യങ്ങൾ. അപ്പോ ഈ പേര് അതുകൊണ്ടാണ് ഉൾപ്പെടുത്തുന്നത്. സരോജ വൈദ്യനാഥൻ അന്തരിച്ചു. ഏത് മേഖലയിൽ പ്രശസ്തയാണ്? ഭരതനാട്യം. ചോദ്യങ്ങൾ വരാം, ശ്രദ്ധിച്ചു പഠിച്ചോണം. സരോജ വൈദ്യനാഥൻ. കൃത്യമായിട്ട് ഈ പേരൊക്കെ മറന്നുപോകും, റിവിഷൻ ചെയ്യണം. സരോജ വൈദ്യനാഥൻ ഒരു തവണ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് സ്പീഡ് കൂട്ടിയിട്ടാണെങ്കിലും കേട്ടുകൊണ്ട് പഠിക്കുക. സരോജ വൈദ്യനാഥൻ, ഭരതനാട്യം. ഇനി അടുത്തത് 2023 നോർമൻ ബോർലോഗ് പുരസ്കാരം. നോർമൻ ബോർലോഗിനെ നിങ്ങൾക്കറിയാം. ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് നോർമൻ ബോർലോഗ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നോർമൻ ബോർലോഗ്. അദ്ദേഹത്തിന്റെ പേരിൽ നൽകുന്ന പുരസ്കാരമാണ് നോർമൻ ബോർലോഗ് പുരസ്കാരം 2023. ആർക്ക് ലഭിച്ചു? സ്വാതി നായക്. ഇന്ത്യൻ വംശജയാണ്. ആ പേര് ഓർത്തു നോക്കണം. സ്വാതി നായക് എന്നാണ് പേര്. സ്വാതി നായക്. ഹരിത വിപ്ലവത്തിന്റെ പിതാവായ നോർമൻ ബോർലോഗിന്റെ പേരിൽ നൽകുന്ന നോർമൻ ബോർലോഗ് പുരസ്കാരം 2023 ലഭിച്ചത് ഇന്ത്യൻ വംശജയ്ക്കാണ്. പേര് സ്വാതി നായക് എന്നാണ് പേര്. അടുത്തത് ഇന്ത്യയിലെ 55ാമത്തെ കടുവാ സങ്കേതം. അതിന്റെ പേരാണ് ധോൽപൂർ കരൗളി എന്നാണ് പേര്. അപ്പൊ ശ്രദ്ധിക്കണം, ധോൽപൂർ ഇങ്ങനെയാണ് സ്പെല്ലിംഗ്. ധോൽപൂർ കരൗളി. ഇത് ഇന്ത്യയിലെ 55ാമത്തെ കടുവാ സങ്കേതമാണ്. ഇതെവിടെയാണ്? ഇത് രാജസ്ഥാനിലാണ്. പ്രത്യേകം ഓർത്തോണം. ധോൽപൂർ കരൗളി എന്ന് പറയുന്ന കടുവാ സങ്കേതം ഏത് സംസ്ഥാനത്ത്? രാജസ്ഥാൻ. ധോൽപൂർ കരൗളി എന്ന് പറയുന്നത് ഇന്ത്യയിലെ എത്രാമത്തെ കടുവാ സങ്കേതം? 55ാമത്തെ കടുവാ സങ്കേതം. 55ന് മുമ്പുള്ളത് 54 എന്ന് പറയട്ടെ.
54-ാമത്തെ കടുവാ സങ്കേതത്തിന്റെ പേര് വീരാങ്കന എന്നാണ് പേര്. വീരാങ്കന. വീരാങ്കന മുഴുവൻ പേര് വീരാങ്കന ദുർഗാവതി എന്നാണ് പേര്. ദുർഗാവതി. വീരാങ്കന ദുർഗാവതി. വീരാങ്കന ദുർഗാവതി. വീരാങ്കന ദുർഗാവതി കടുവാ സങ്കേതം എവിടെ എന്നൊക്കെ അറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. ഓർത്തോണം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ളതും മധ്യപ്രദേശാണ്. അടുത്തത് 53-ാമത്തെ കടുവാ സങ്കേതം. 53-ാമത്തെ കടുവാ സങ്കേതത്തിന്റെ പേര് രാംഗഡ് വസ്താരി എന്നാണ് പേര്. രാംഗഡ് വസ്താരി എന്നാണ് പേര്. രാംഗഡ് വസ്താരി രാജസ്ഥാനിലാണ്. രാംഗഡ് വസ്താരി എന്ന് പറയുന്ന കടുവാ സങ്കേതം എവിടെയാണ്? രാജസ്ഥാനിലാണ്. അതിങ്ങനെ ഓർക്കാം, രാംരാജ്. രാംരാജ് എന്ന് ഓർത്താൽ മതി. രാംരാജ് അല്ലെ, നിങ്ങൾ കേട്ടിട്ടില്ലേ? രാംരാജിന് സല്യൂട്ട് കേട്ടിട്ടില്ലേ? അപ്പൊ രാംഗഡ് വസ്താരി രാജസ്ഥാൻ എന്ന് കിട്ടും. 53. 52 എന്ന് പറയുന്നത് റാണിപൂരാണ്. 52-ാമത്തെ കടുവാ സങ്കേതമാണ് റാണിപൂർ കടുവാ സങ്കേതം. റാണിപൂർ കടുവാ സങ്കേതം ഉത്തർപ്രദേശിലാണ്. റാണിപൂർ കടുവാ സങ്കേതം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ്. റാണിപൂർ കടുവാ സങ്കേതം ഉത്തർപ്രദേശിലാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. 55 ധോൽപൂർ കരൗളി, 54 വീരാങ്കന ദുർഗാവതി, 53 റാണിപൂര്. 53 റാണിപൂരാണ് കേട്ടോ, ശ്രദ്ധിക്കുക. 53 റാണിപൂര്. 52 രാംഗഡ് വസ്താരി. 52 രാംഗഡ് വസ്താരി. 51 ശ്രീവില്ലിപുത്തൂർ. 51 എന്ന് പറയുന്നത് ശ്രീവില്ലിപുത്തൂർ ആണ്. ശ്രീവില്ലിപുത്തൂർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ. ശ്രീവില്ലിപുത്തൂർ തമിഴ്നാട്. 50-ാമത്തെ കാംലാങ് എന്നാണ് പേര്. അരുണാചൽ പ്രദേശിലാണ് കാംലാങ് കടുവാ സങ്കേതം. അരുണാചൽ പ്രദേശിലാണ്. ഒന്നുകൂടെ വ്യക്തമാക്കാം. 55-ാമത്തെ കടുവാ സങ്കേതമാണ് ധോൽപൂർ കരൗളി, അത് രാജസ്ഥാനിലാണ്. 54 വീരാങ്കന ദുർഗാവതി മധ്യപ്രദേശിലാണ്. 53 റാണിപൂർ കടുവാ സങ്കേതം ഉത്തർപ്രദേശിലാണ്. അടുത്തത് 52 രാംഗഡ് വസ്താരി രാജസ്ഥാനിലാണ്. 51 ശ്രീവില്ലിപുത്തൂർ മേഘമല എന്ന് പറയും. ശ്രീവില്ലിപുത്തൂർ മേഘമല തമിഴ്നാട്ടിലാണ്. 50 കാംലാങ് എന്നാണ് പേര്, അരുണാചൽ പ്രദേശിലാണ്. 50 കാംലാങ് അരുണാചൽ പ്രദേശ്. കൃത്യമായി പഠിക്കുക. ഇനി അടുത്തത് സംവിധായകനായ KG ജോർജ് അന്തരിച്ചു. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് പറയുവാണെങ്കിൽ 2 പോയിന്റ്. ഇദ്ദേഹം ആദ്യം സംവിധാനം ചെയ്ത ചിത്രമാണ് സ്വപ്നാടനം. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ചിത്രമാണ് സ്വപ്നാടനം. 1976 പുറത്തിറങ്ങിയ ചിത്രമാണ് സ്വപ്നാടനം. അപ്പം KG ജോർജ് സ്വപ്നാടനം 1976. 3 പോയിന്റ് ഓർത്തോണം. KG ജോർജ് അന്തരിച്ചു. ആദ്യത്തെ ചിത്രം സ്വപ്നാടനം, വർഷം 1976. കേരളത്തിൽ ചലച്ചിത്ര മേഖലയിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് JC ഡാനിയേൽ പുരസ്കാരം. കേരളത്തില് ചലച്ചിത്ര മേഖലയിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് JC ഡാനിയേൽ പുരസ്കാരം. ഈ JC ഡാനിയേൽ പുരസ്കാരം 2015 ആർക്ക് ലഭിച്ചിട്ടുണ്ട്? KG ജോർജിന് ലഭിച്ചിട്ടുണ്ട്. JC ഡാനിയേൽ പുരസ്കാരം 2015 ആർക്ക് ലഭിച്ചിട്ടുണ്ട്? KG ജോർജിന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ KG ജോർജിനെ കുറിച്ച് പറഞ്ഞത് 2015 JC ഡാനിയേൽ പുരസ്കാരം, 1976 സ്വപ്നാടനം. ഈ 2 പോയിന്റ് നിങ്ങൾ അവിടെ ഓർക്കുക. 2023 സെപ്റ്റംബർ മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ 2ാമത്തെ ഭാഗമാണ് നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തത്. ഇനി അടുത്ത ഭാഗം വരുന്നുണ്ട്. പറഞ്ഞ അത്രയും കാര്യങ്ങൾ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി.